നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ഠി വ്രതത്തെക്കുറിച്ചാണ്. പ്രണവമലെ ഷഷ്ഠി വ്രതം ആചരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ബ്രഹ്മഹത്യാപാപം മൂലം മുരുകൻ സുബ്രഹ്മണ്യസ്വാമി നാഗരൂപിയായിട്ട് മാറുകയും പിന്നീട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ദേവി പാർവതി വ്രതമനുഷ്ഠിക്കും. അങ്ങനെ 6 ദിവസം 6 ശിരസോടുകൂടിയ ഭഗവാനായതുകൊണ്ട് 6 ദിവസം ദേവി പാർവതി വ്രതമനുഷ്ഠിച്ചതിൻ്റെ അനുസ്മരണമായിട്ടാണ് അമ്മമാർ മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഷഷ്ഠിവ്രതം ആചരിക്കുന്നു എന്ന് പല പുരാണങ്ങളും ഇതിഹാസങ്ങളും അതേപോലെ തന്നെ ആചാര്യന്മാരൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലിരിക്കുന്ന അമ്മമാരൊന്നും കുട്ടികൾക്ക് വേണ്ടി ഷഷ്ഠിവ്രതം ഇങ്ങനെയുള്ള രീതിയിൽ ആചരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഷഷ്ഠിയുടെ അന്ന് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ തലേ ദിവസം അങ്ങനെയുള്ള ദിവസങ്ങളിൽ വ്രതം എന്ന് പറഞ്ഞാൽ പട്ടിണി ഒന്നും ഇരിക്കേണ്ട, നോൺ വെജ് ഒഴിവാക്കി വെജിറ്റബിൾ മാത്രം കഴിച്ച് അത് വേണമെങ്കിൽ 6 ദിവസം അങ്ങനെ ചെയ്യാം. അത് തന്നെ 1-2 ദിവസം പൂർണ്ണമായിട്ട് ബ്രഹ്മചര്യം പിടിച്ചും അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഷഷ്ഠിയിൽ വഴിപാട് ചെയ്ത് തന്നെ ഈ വ്രതം പിടിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഫലത്തിലേക്ക് എത്താം. അതിനുവേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ സദാ ആണ്ടി രൂപത്തിലിരിക്കുന്ന മുരുകൻ പ്രണവമലയിൽ ഓങ്കാരപ്പൊരുളിൻ്റെ അർത്ഥം തരുന്ന ഭഗവാനായി തന്നെ കൂടിയിരിക്കുന്നു. ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഭഗവാന് ഷഷ്ഠിയുടെ അന്ന് പഞ്ചാമൃത അഭിഷേകം നടത്താം. ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്തിയാലുള്ള ഗുണം എന്താ? ഭഗവാന്റെ തലയിലൂടെ ഒലിച്ചു വരുന്ന പഞ്ചാമൃതം ഭഗവാനെ നക്കുമ്പോൾ നമ്മുടെ ജീവിതം സുഖപ്പെടുന്ന ജയിച്ചു കയറുന്ന മനോഹരമായ കാഴ്ച. 350 രൂപയാണ് ഒരു പഞ്ചാമൃതത്തിന്. അത് തന്നെ വലിയ പഞ്ചാമൃതമാണെങ്കിൽ 3500 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പഞ്ചാമൃത അഭിഷേകം നടത്തി ഭൂമി ലഭിക്കാം, ഭവനം ലഭിക്കാം, വീടിൻ്റെ പണി തടസ്സമായി കിടക്കുന്നത് മാറിക്കിട്ടും, വിദേശ ജോലികൾ കിട്ടും, വിദ്യാഭ്യാസത്തിന് വളരെ ഗുണമുണ്ടാകും. അതേപോലെ തന്നെ സംരക്ഷകനായി ഭഗവാൻ കൂടെ വരും. അതോടൊപ്പം ഭഗവാന് പാലഭിഷേകം നടത്താം, പനിനീരഭിഷേകം, ഇളനീരഭിഷേകം, ജലാഭിഷേകം, ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താം. ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്നത്തെ ദിവസം നാളികേരം മുട്ടർക്ക് നടത്താം 100 രൂപയ്ക്ക്, അല്ലെങ്കിൽ 175 രൂപയാണ്. ഷഷ്ഠി ആയതുകൊണ്ട് പാക്കേജായിട്ട് 100 രൂപയ്ക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഭഗവാന് പഞ്ചാമൃത ഹോമം നടത്താം. ഇപ്പോൾ ഭൂമി ലഭിക്കുന്നതിന് ഭൂമി വിൽക്കുന്നതിനൊക്കെ വളരെ ഗുണമായിരിക്കും. ഇന്നത്തെ ദിവസം പഞ്ചാമൃത ഹോമം നടത്തുമ്പോൾ ഒരുപാട് ഗുണമുണ്ടാകും. അതും അപ്പോൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ പഞ്ചാമൃത ഹോമം നടത്താൻ 6500 രൂപയാണ്. അത് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ 1000 രൂപയ്ക്ക് ചെയ്യാം. അപ്പോൾ ഏതൊരാൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന വളരെ അത്യപൂർവ്വ നിമിഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം ആയുധ സമർപ്പണം നടത്താം. കാവടി എടുത്തു വെച്ചാൽ പോലും നേരിട്ട് വന്നാൽ 200 രൂപയാണ് സാധാ ദിവസം. ഷഷ്ഠി ആയതുകൊണ്ട് 100 രൂപയ്ക്ക് ചെയ്യാം. ഓൺലൈനാകുമ്പോൾ 200 രൂപ. അതുപോലെ മുരുകന് വേലുണ്ട്, ദണ്ടുണ്ട്, ദണ്ടായുധപാണിയാണ്. അപ്പോൾ ഏതൊരു ആയുധം വേണമെങ്കിലും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് ജീവിതം ജയിക്കാൻ പറ്റുന്ന ദിവസമാണ്. അപ്പോൾ ഷഷ്ഠി എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക. ജീവിതം ജയിക്കണമെന്നുള്ളൊരു ധൈര്യമായിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിലേക്ക് വരിക. ജാതിമത ഭേദങ്ങളില്ലാതെ അയിത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമോ ഒന്നുമില്ലാതെ ലോകത്തിൽ ആദ്യമായിട്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ സത്യയുഗാരംഭത്തിൽ അവതരിച്ച ശൈവ വൈഷ്ണവ ചൈതന്യമായ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ്. ജീവിതം ജയിക്കണമെന്നുള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും. ഭഗവാൻ ഒരു 100 പാലം നടത്തി നിത്യവും അതിൻ്റെ പ്രസാദം കുറി തൊടുകയും ലേശം നാവിലിടുകയും കിടന്നുറങ്ങുന്ന റൂമിൻ്റെ 4 മൂലകളിൽ, വീടിൻ്റെ 4 മൂലകളിൽ, പറമ്പിൻ്റെ 4 മൂലകളിൽ ഇട്ടാൽ പോലും ജീവിതം ജയിക്കുന്ന മനോഹരമായ കാഴ്ചയിലേക്കാണ് നിങ്ങൾ കൊണ്ടുവന്നത്. ഭഗവാന്റെ പത്തിയിലാണ് 26 ദേവതത്തിൽ എന്ന് പറഞ്ഞ അത്ഭുത ദേവലോകം. 8 ഗണപതിമാരുണ്ട്. അതേപോലെ തന്നെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട്, പൊന്നു 18 പടിയുണ്ട്. ഭഗവാൻ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം സദാ ആണ്ടി ആയിരിക്കുന്ന മുരുകനുണ്ട്. അത് തന്നെ നിങ്ങളോട് പറയുന്നത് എന്താ? പഴനിയിൽ മാത്രമാണ് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിൻ്റെ ദർശനം. അത് വ്യാഴാഴ്ച പുലരുമ്പോൾ മാത്രം, സാധാരണക്കാർക്കില്ല, കാശുള്ളവർക്ക് മാത്രം. അത് തന്നെ സാധാരണക്കാർ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ തെണ്ടിക്കുമെന്നാണ് അവർ. പക്ഷെ നിങ്ങളറിയുക, ഭഗവാന്റെ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം കണ്ട് പ്രാർത്ഥിച്ചു പോയാൽ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ തെണ്ടും. അപ്പോൾ നിങ്ങൾ ഭഗവാന് വേണ്ടിയിട്ട് 41, 51, 101 വീടൊക്കെ തെണ്ടി ആ പൈസ കൊണ്ട് ചിലവഴിച്ച് ബാക്കി പൈസയ്ക്ക് വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ തലമുടലും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. അത് ഷഷ്ഠിയുടെ അന്നാണെങ്കിൽ വളരെ വളരെ ഗുണപ്രദമായിരിക്കും എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. പ്രണവമല്ലിലേക്ക് ഷഷ്ഠി വിശേഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, അതേപോലെ തന്നെ പാലഭിഷേകമുണ്ട്, പനിനീരഭിഷേകമുണ്ട്, ഇളനീരഭിഷേകമുണ്ട്, എണ്ണാഭിഷേകമുണ്ട്, ഹോമക്രിയാദികളുണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ സമ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് വഴിപാട് ചെയ്യുന്ന ഒരു ഗതിയില്ലെങ്കിൽ 27 ദേവതകൾക്ക് ഇവിടെ വന്ന് ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പരീക്ഷണം നടത്തി ജീവിതം ജയിക്കാൻ പറ്റിയ ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ പ്രദക്ഷിണം നടത്തിയതിന് ശേഷം താഴെ കൗണ്ടറിൽ വന്ന് ഒരു 100 രൂപയുടെ ചരട് വാങ്ങി ധരിക്കുക. ചരടിലൂടെ നിങ്ങൾക്ക് 27 ദിവസം പോകാം. അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക. ഏലസിൻ്റെ വഴിപാട് പ്രണവമലയിൽ തന്നെ 11 തൃക്കരങ്ങളോട് മഹാഗണപതി ഉണ്ട്.
അപ്പോൾ 108 ഗണപതി ഹോമം 1000 രൂപ പാക്കേജ്, 7 ദിവസം നാരികമല 420, 1400 രൂപയുടെ വഴിപാട് ചെയ്ത് അങ്ങനെ 1.5 വർഷം പോകാം. അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം. 56,000 രൂപയാണ്. 56,000 എന്നിട്ട് പേടിക്കേണ്ട, കാരണം എന്താ, മുടക്ക് 100 രൂപയല്ലേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ പേടിയൊക്കെ മാറും. അപ്പോൾ അതിന് സമയമുണ്ട്. അങ്ങനെ ആവാഹന പൂജ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് നോക്കും. പിന്നെ ശ്രാദ്ധബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രേത വേർപാട് നടത്തിക്കൊണ്ട് ആവാഹിച്ചുകൊണ്ട് എത്തിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അതെല്ലാം വെറുതെ സായുജ്യ പൂജ ഒക്കെ പറ്റിക്കലാണ്. അതിന് പകരമായിട്ട് പ്രായച്ചിത്ത ബലി 3000 രൂപ, അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും പറയുന്ന കാര്യത്തിൻ്റെ ശരി തെറ്റും. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. അത് തന്നെ 100 കിട്ടിയ 110 ചിലവാകുന്ന അവസ്ഥ മാറ്റാം. കൂടുതലും കിടന്ന് ഉറങ്ങുന്നത്, ഉറക്കമില്ലാത്തത്, ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത്, കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത്, വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം. ഒരു വിദ്വാൻ പറയുന്നത് വീട്ടിൽ ഉറുമ്പ് എന്നത് നല്ലതെന്ന് പറഞ്ഞത്. ഉറുമ്പ് എന്ന ജിന്നിൻ്റെ ഉപദ്രവ ലക്ഷണമാണ്. പിന്നെ ഭക്ഷണത്തിൽ മുടി, പ്രാണി, കല്ലൊക്കെ ഉണ്ടാവുക, തലവേദന മാറാതിരിക്കുക, ഇതൊക്കെ ചാത്തൻ്റെ ഉപദ്രവം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റി തരാം. ഡിപ്രഷൻ മാറ്റാം, മെൻ്റൽ മാറ്റാം, അഡിക്ഷൻ സെൻ്ററിലൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ എത്തുക. ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. പിന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ നമ്മുടെ ശിഷ്യങ്ങൾ കേരളത്തിൽ അങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയം എന്ന പേരിൽ തന്നെ ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ഭഗവത്സേവയൊക്കെ ചെയ്ത് 1 വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം പഞ്ചാലങ്കാര പൂജയോട് ചെയ്തു തരും. താല്പര്യമുള്ള സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് ഒഴിവാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ജോലി, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS ആണോ, IPS ആണോ, കൃഷിക്കാരനാണോ, കച്ചവടക്കാരനാണോ, വിദേശത്താണോ, ഗവൺമെൻറ് ജോലിയാണോ, എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിൽ ജാതകങ്ങൾ എഴുതിത്തരും. വ്യാഴമാറ്റം, ദുരിതം, ശനിമാറ്റം, രാഹുകേതുമാറ്റം എല്ലാം കൃത്യമായിട്ടുണ്ടാവും. നിങ്ങൾ ആരാണെന്നുള്ളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിലുള്ള ജാതകങ്ങൾ വേണമെന്നുള്ള ഒരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക. പിന്നെ ലോകത്തിൽ ആദ്യമായിട്ട് സനാതന ധർമ്മ സംഘം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. ഇവിടുത്തെ സനാതന ധർമ്മം ജാതി മത ഭേദങ്ങളില്ല, യാതൊരുവിധ പ്രവേശന ഫീസും ആസരില്ലാത്തൊരു സംഘടനയാണ്. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും 1000 തിരുവുത്സവമായി കൊണ്ടാടുന്ന ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. ബസ് സ്റ്റേഷനിലുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരിക. ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുക. ഭഗവാന്റെ അടുത്ത് 1 പ്രാവശ്യം വന്ന് തൊഴുത് കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും. പിന്നെ വിളിക്കുമ്പോൾ പിന്നെ പറയുന്നത് എന്താ, സമയമില്ല, കാരണം ലീവില്ല എന്ന് പറയും. അപ്പോൾ ആ ഒരു ചിന്ത മാറ്റുക. പകരം എല്ലാ മാസത്തിലും 1000-ത്തിന് വരിക. ഭഗവാന്റെ ഒപ്പം നിന്ന് ഭഗവാന്റെ പല്ലക്കൊക്കെ എടുത്ത് ഭക്തിവചനയിലൊക്കെ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എല്ലാവരും എത്തുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. പ്രസാദാണ്, തൃശ്ശൂർ തൃത്തല്ലൂരിൽ നിന്ന് വരുന്നു. 2019 ആദ്യമായിട്ട് വരുന്നത്. ആദ്യം പ്രായച്ചിത്ത ബലിക്കാണ് വരുന്നത്. പ്രായച്ചിത്ത ബലി ഇട്ട് പിന്നെ ഏലസ് വാങ്ങി ധരിക്കും. അത് കഴിഞ്ഞ ഉടനെ പൂജയിലേക്ക് വരും. അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് തടസ്സം വരുന്ന സമയത്ത് ഇവിടെ നിന്ന് മാറ്റും. അതുകൂടാതെ പ്രസാദിൻ്റെ ഭാര്യയാണ് സുമി പ്രസാദ്, നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാരവാഹിയാണ്. കൂടാതെ നല്ലൊരു ശിക്ഷയാണ്, ജ്യോതിഷം പഠിച്ചിട്ടുണ്ട്, പൂജ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ കുടുംബടച്ചാണ് വരുന്നത്. വിശേഷങ്ങൾക്ക്, എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാവും. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇവരെ സുപരിചിതമാണ്. അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക. ജീവിതം റിവേഴ്സ് ചെയ്യണമെന്ന് നിങ്ങളൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ, ആ മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ, തോന്നലാണ് എപ്പോഴും മനുഷ്യർക്ക് ജയിക്കാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസാദ്. നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ ആ ഒരു തോന്നൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമസ്കാരം. അനിതയാണ്, തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. 2021 ആദ്യമായിട്ട് വരുന്നത്. ഏലസ് വാങ്ങി ധരിക്കും. പിന്നീട് പൂജയിലേക്ക് വരും. പൂജ കഴിയുമ്പോൾ ഒരു വീട് വിൽക്കാണ്ടായിരുന്നു, വാസ്തുവൊക്കെ തെറ്റിക്കിടന്നത്, അത് വിൽക്കാൻ പറ്റി. പിന്നെ ഇവിടെ നിന്ന് തന്നെ വാസ്തുവൊക്കെ നോക്കി വേറെ വീട് വെച്ചു. ഇവിടെ നിന്ന് തന്നെ പോയിട്ട് ഗണപതി ഹോമം ഭാഗസയൊക്കെ നടത്തി. അപ്പോൾ വീണ്ടും ഒരു ചെറിയ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്ന പോലെയുള്ളൊരു തോന്നൽ വന്നു. അത് ഞാൻ മുമ്പ് പറഞ്ഞത്, ഇവിടെ ഒരിക്കൽ പൂജ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പാരമ്പര്യവാദികളുടെയൊക്കെ പിന്നാലെ പോയി കഴിയുമ്പോൾ ഇങ്ങനെ സംവിധാനമൊന്നുമില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും പൂജാർത്ഥത്തിന് വീണ്ടും പൈസ കൊടുക്കണം. ഗുണമുണ്ടോയെന്നൊന്നും പലരും നോക്കാറുണ്ടാവില്ല. അപ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞ ആളുകൾക്ക് അറിയാം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച. ആ ഉയർച്ച നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിതാ നിങ്ങളോട് വീഡിയോ തന്നത്. ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ 2ാം ദിവസമാണ്. 9-10 തീയതികളായിട്ട് നടക്കുന്ന പൂജയാണ്. അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ്. അത് പല നാടുകളിൽ നിന്ന്, വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ അയിത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ്. തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത്. ധൈര്യമായിട്ട് വരിക. ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള, നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം വീഡിയോ ആണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ 2ാം ദിവസമാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പ് ഇവിടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ്. അത് US നിന്നാണ് വന്നിരിക്കുന്നത്, USA നിന്ന് വന്നിരിക്കുന്ന
മോഹന, അവരുടെ സഹോദരി, അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത്, പിന്നെ ഇസ്രായേലിൽ നിന്ന് ജോൺസൺ ഉണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ്, കൂടോത്രമാണ്, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യവും, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഞാനും മനുഷ്യൻ, ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല. ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ 100 ഇരട്ടി പവർ എനിക്കുണ്ട് എന്ന് വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരമംഗലത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക, അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം, കൂടോത്രം, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം, ജോലി കാലഘട്ടം, നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസ കളയും, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം. കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരുന്ന എന്താ, ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കുന്നത്. മുമ്പൊക്കെ ഒരാളായിരിക്കും, ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ 2.25 വർഷം കൂടി കഴിഞ്ഞാൽ 2.5 വർഷം നീചത്തിലേക്ക് പോകും. 4.25 വർഷം നമുക്ക് എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ്. അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ 27 ദേവതകളുണ്ട്. എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട്. ശനി നീചത്തിൽ പോയാലും ശരി, ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി, എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം. അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ 3 പകലും 2 രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ്. അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട്, സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം. അവിടെ വന്നു കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പോടുകൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം. അതെങ്ങനെ ബാധ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു, അത് മാറി. പിന്നെ ജലദോഷം വന്നു, അത് മാറി. പനി വന്നു, അത് മാറി. ചുമ വന്നു, അത് മാറി. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 100 110 ചിലവാകുന്ന ഒരവസ്ഥ. ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക, പ്രാണി ഉണ്ടാവുക, കല്ലുണ്ടാവുക, ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം, കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക, കൂടുതലും കിടന്ന് ഉറങ്ങുക, ഉറക്കമില്ലാണ്ട് വരാം. ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാദോഷ ലക്ഷണം. പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആവാഹന പൂജയിലൂടെ മാറ്റാൻ പറ്റും. അപ്പോൾ പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു നിവൃത്തിയില്ലെങ്കിൽ നേരെ ഇവിടെ വരിക. പ്രണവമലയിൽ 27 ദേവതയുണ്ട്. പേരമംഗലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണപരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത ചരടുണ്ട്, അത് വാങ്ങിയിട്ട് പോയ 27 ദിവസം വരെ അതിലൂടെ പോകാം. പിന്നെ ഒരു ഗണപതി എലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവമലയിൽ മഹാഗണപതിക്ക് 108 ഗണപതി ഹോമം നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം. ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു വിശേഷം കൂടിയുണ്ട്. മാതൃമികാരിവിടെ വന്ന് അവരുടെ പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി. അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട്. ഇപ്പോൾ 2ാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അപ്പോൾ നിങ്ങളറിയുക. അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾ കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക. പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.